അന്ന് മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസത്തിന് തുല്യമായ വിശ്വാസം തന്നെയാണ് ഇന്നത്തെ ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന വിശ്വാസവും. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇമാം റാസി പറയാണ്, അന്നഹും വലഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഹിം വഅഖാബിരിഹിം. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഈ വിഗ്രഹങ്ങളെയും ഈ ബിംബങ്ങളെയും അവരുടെ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ബഹുമാനപ്പെട്ടവരുടെ ഈ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വസഅമു അന്നഹും മതസ്തഅലു ബിഇബാദത്തി ഹാദിഹി തമാസീല ഫഇന്ന ഉലൈക ലകാബിറു തകൂനു ശുഫാഅ ലഹും ഇൻദല്ലാഹ്. ഈ മഹാന്മാരായ ആളുകളും പ്രവാചകന്മാരും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന വിശ്വാസമായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് ഇമാം റാസി പറഞ്ഞു, വനദീറുഹു, അതിന് തുല്യമായ വിശ്വാസമാണ് ഫീ ഹാദ സമാനി, ഈ കാലഘട്ടത്തിലുമുള്ളത്. വനദീറുഹു, അതിന് തുല്യമായ വിശ്വാസമാണ് ഈ കാലഘട്ടത്തിലുമുള്ളത്. എന്താണ്? ഇസ്തിആലു കസീറു മിനൽ ഖൽഖി, ഇന്നുള്ള അധികം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിത്തഅലീമി ഖുബൂരിൽ അകാബിരി, അവർ ഖബറുകളിലേക്ക് ചെല്ലുന്നു. മരണപ്പെട്ടുപോയ പലരുടെ ഖബറുകളിലേക്കും പോയിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ആ ഖബറുകളെ വന്ദിക്കുന്നു, അതിനെ ബഹുമാനിക്കുന്നു, അവരോട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അലാ ഇത്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്. ഈ ഖബറുകളെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ ഇവർ നാളെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും എന്ന വിശ്വാസത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ അതേ ബഹുദൈവ വിശ്വാസത്തിന് തുല്യമാണ് എന്ന് ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വ്യക്തമാക്കണം. ഇത് മാത്രമല്ല, എത്രത്തോളം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, ഏറ്റവും അപകടമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനെ മാത്രമാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. ഇനി മറ്റാരും സഹായിക്കാനില്ല എന്ന് ബോധ്യം വരുന്ന ഒരു ഘട്ടത്തിൽ, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ മാത്രം അവർ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ ഇന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘട്ടത്തിലും, പ്രതിസന്ധി ഉള്ള ഘട്ടത്തിലും അതല്ലാത്ത ഘട്ടത്തിലും, ഏറ്റവും സുഖമുള്ള ഘട്ടത്തിലും ഏറ്റവും പ്രയാസമുള്ള ഘട്ടത്തിലും അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനാകർമ്മങ്ങൾ, പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാത്തവർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെക്കാൾ വലിയ ശിർക്കാണ് ഇന്നത്തെ നമ്മുടെ ആളുകൾക്കിടയിൽ ബാധിച്ചിരിക്കുന്നത്. കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഏറ്റവും അപകടം നിറഞ്ഞ ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ ഇന്നുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അപകടം നിറഞ്ഞ ഘട്ടത്തിൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്ന ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നുവെങ്കിലും അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനാകർമ്മങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് അവർ കൊടുത്തു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ ലാത്തയോട് പ്രാർത്ഥിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പ്രാർത്ഥിച്ചു, ബാക്കിയുള്ള ആളുകളോട് പ്രാർത്ഥിച്ചു. ഈ ഒരു ശിർക്കായിരുന്നു യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ശിർക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായത്തിലും കടന്നുകൂടിയിട്ടുള്ളത് എന്ന് നമ്മൾ ഈ വിഷയ സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇത് മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരിച്ചുപോയ ആളുകളോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അവരുടെ കബറിടത്തിലേക്ക്, അവരുടെ ഈ ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക് നമ്മുടെ ആളുകൾ പോകാനുള്ള കാരണം എന്താണ്? അവർക്കിങ്ങനെ എന്തൊക്കെയോ കഴിവുകളുണ്ട്, അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ്. ആ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഈ ഒരു വിശ്വാസത്തെ, ഈ ഒരു തെറ്റായ സങ്കല്പത്തെ ചോദ്യം ചെയ്യുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനോ നമ്മുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ തീർക്കാനോ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ ഈ കാര്യമാണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ്, അതുകൊണ്ട്
അള്ളാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. പള്ളികൾ അള്ളാഹുവിന്റെ മാത്രമുള്ളതാണ്. അള്ളാഹുവിന്റെ കൂടെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പാടില്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. തൊട്ടടുത്ത് തന്നെ അല്ലാഹ് പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞേക്കുക, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, പ്രഖ്യാപിച്ചേക്കുക പ്രവാചകരെ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ അവനിൽ മറ്റൊരാളെയും പങ്കു ചേർക്കുന്നതല്ല. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ വ്യക്തമാക്കി, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി അവർ കേട്ടാൽ തന്നെ, കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരികയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നീങ്ങി കിട്ടാനോ രോഗം മാറാനോ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലോ ആയിരിക്കും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരു ഉപകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിന് വേണ്ടി. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല തന്നെ. മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യനാളിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ, ഇത് ശിർക്കാണ്, ഈ ശിർക്കിനെ അവരെ നിഷേധിക്കും. അള്ളാഹുവിനെ പോലെ ഇത്ര സൂക്ഷ്മമായി നിനക്ക് മറ്റൊരാളും നിനക്ക് വിവരം അറിയിച്ചു തരില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ നിരവധി ആയത്തുകളിലൂടെ അള്ളാഹു ഈ സത്യമാണ് വ്യക്തമാക്കുന്നത്. നമ്മൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉപദ്രവം നീങ്ങിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കും. അത് രണ്ടിനും അവരെ കൊണ്ട് കഴിയില്ല എന്നാണ് അള്ളാഹ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു, ഇൻ അറാദനി അല്ലാഹു ബിദുദ്ദിൻ ഹൽ ഹുന്ന കാശിഫാതു ദുരിഹി, നബിയെ ചോദിച്ചു നോക്കുക അവരോട്, ഇൻ അറാദനി അല്ലാഹു ബിദുദ്ദിൻ, അള്ളാഹു എനിക്ക് വല്ല ദുർറും വല്ല രോഗവും വല്ല ബുദ്ധിമുട്ടും വല്ല പ്രയാസവും എനിക്ക് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഹൽ ഹുന്ന കാശിഫാതു ദുരിഹി, എന്റെ ഉപദ്രവത്തെ, ഞാൻ നിനക്ക് വിധിച്ചിട്ടുള്ള ആ രോഗത്തെ തട്ടി നീക്കി കളയാൻ, അതിനെ ഇല്ലാതാക്കാൻ, അതിന് ശമനം നൽകാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാധ്യമാണോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അതല്ലെങ്കിൽ വല്ല കാരുണ്യവും എനിക്ക് ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന്റെ കാരുണ്യത്തെ തടുക്കാൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാധ്യമാണോ എന്ന് വെല്ലുവിളി രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതായിട്ട് ഖുർആന്റെ പല അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ ഇത്രത്തോളം വളരെ വ്യക്തമാക്കി തന്നെ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സന്താനങ്ങളില്ലാത്ത പ്രവാചകന്മാര്, രോഗം കൊണ്ട് പ്രയാസപ്പെട്ട പ്രവാചകന്മാര്, അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെയധികം കഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു പ്രവാചകനോടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നു, പ്രയാസങ്ങൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു, നീയാണ് കരുണ ചെയ്യുന്നവൻ, അതുകൊണ്ട് എന്റെ രോഗം സുഖപ്പെടുത്തി തരണമേ എന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായില്ല, അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല, അദ്ദേഹവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഏതെല്ലാം പ്രാർത്ഥനകൾ പ്രവാചകന്മാർ നടത്തിയിട്ടുണ്ടോ ആ പ്രാർത്ഥനകളൊക്കെ തന്നെ അള്ളാഹുവിനോട് മാത്രമുള്ളതാണ്. ഒരു പ്രാർത്ഥന പോലും മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുക സാധ്യമല്ല. ഇത് മാത്രമല്ല ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് മാത്രമുള്ളതാണ്. ഈ രൂപത്തിൽ എന്താണ് തൗഹീദ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മുഹിദ്ദീൻ ഷെയ്ഖ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധ ഗ്രന്ഥമായ ഫുതുഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയത്തി ലാ അഹദി മിൻ ഖൽഖില്ലാ, നിനക്ക് പ്രയാസമുണ്ടാകുമ്പോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആരോടും നീ ആവലാതിപ്പെടരുത്. നിന്റെ സങ്കടങ്ങള്, നിന്റെ പ്രയാസങ്ങള്
നിന്റെ പരാതികൾ